പേര് 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 രാഘവൻ. രാഘവൻ. അധികം പറയാനും നിൽക്കണ്ട. ആ വീട്ട് നമ്പർ കണ്ട 4-314 അത് എഴുതിയിട്ട് രാഘവൻ എഴുതിയിട്ട് ആ ഫൈനാണ്ട് എഴുതി കൊടുത്തു. വീട്ടുപേര് കിഴക്കേ കോവിൽ. കിഴക്കേ കോവിലാ. നല്ല കോവില. അതെ, ഇവിടെ ഈ വെള്ളൊക്കെ ഇങ്ങനെ കെട്ടിന്നിട്ടേ കൊതുകൊക്കെ മുട്ടിട്ട് മലിനായി കിടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന വീട്ടുകാർക്കെതിരെ ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്ത 10,000 ഉറുപ്യ ഫൈൻ അടക്കണം പഞ്ചായത്തില്. ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് പഞ്ചായത്തില് 10,000 ഉറുപ്യ അടക്കണം. പലിശ പോയി 10,000 ഉറുപ്യ നമ്മ അടക്കണോ പഞ്ചായത്തിൽ? പഞ്ചായത്ത് അടക്കണം. നിങ്ങൾ നോക്കാഞ്ഞിട്ടാണ് ഇവിടെ കൽക്കയിൽ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്തിലെ 15 ദിവസത്തിന്റെ ഉള്ളിൽ അടച്ചാൽ മതി കേട്ടോ. അടക്കൂല. അല്ല, ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അടക്കണം. വെള്ളം പിടിച്ച ഇന്നലെ മേടിച്ച് ഞാൻ സാധനം മേടിച്ചു. ഇന്ന് 10,000 കളിക്കണ്ട കളി പറ പറ ഈ സാധനം എങ്ങനെ മേടിക്കണ്ട പറഞ്ഞു നമ്മൾ കളിക്കുന്നു. അച്ഛാ രാഘവച്ചാ രാഘവാ തോടെ പോയിക്കോളും. രാഘവച്ചാ എന്താ ഇങ്ങോട്ട് വാ. അതിന് അടിച്ചു കിട്ടുവാ. ഇവിടെ പോയി കിടക്കുന്ന എന്താ എന്ത് എനിക്ക് ഒരേ കൂടിയാണ് അടിച്ചു വെക്കാൻ എന്നാ സാധനം ഉണ്ടായി. ഒരു 30 നായി കൊടുക്കണം. 30 അതും ഓഫാവട്ടെ, എല്ലാരും ഓഫാവാ. അവസ്ഥ 10,000 ഉറുപ്പ്യ നമ്മളെ വീട്ടിലത്തെ കൊതുകിന് അവര് പൈനാക്കി തന്നത് എന്തിന്? ശരീരത്തെ എത്ര ചോര ഒരാൾക്കൊരു രക്തം കൊടുക്കുക. ബോധം പോകുന്ന കുറച്ച് രക്തം കൊടുക്കും. രക്തം കൊടുക്കണം. കൊതുകിന് മാത്രം കൊടുത്താ പോരാ. എടാ 2 ഉദ്യോഗസ്ഥന്മാർ വന്നില്ലേ നമ്മളെ പെരുതിട്ട്? എന്താ അതിന്റെ വില? എന്നിട്ട് എന്ത് വില? 10,000 രൂപ ഫൈൻ അടിച്ച വിലയാ? 10,000 രൂപ ഫൈൻ അടിച്ചാൽ നമുക്ക് അടക്കണ്ട. നമുക്കടി നീ ഇത് പോയിട്ടുണ്ട്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാലേ പെരയില് ബാക്കിയുള്ളവർക്കൊക്കെ വരുമെന്ന് ശ്രദ്ധിച്ചോളൂ. കൊതുക് തന്നെ പെടുത്തണേ വരാതിരിക്കോ? ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിലാ പെട്ടിട്ടില്ലേ. എന്തേ? അത് അച്ഛന് ഭയങ്കര പനി. അപ്പൊ ഞാൻ 2-3 ഗുളിക കൊടുത്ത് 2 ദിവസമായിട്ട്. പക്ഷെ പനി കുറയുന്നില്ല. കോയക്കന്റെ ഭാര്യയെ ഓ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലേനി. അച്ഛന് ഭയങ്കര വെള്ളം പനി തന്നെ. ആശുപത്രി കൊണ്ടുപോകണം. കുറച്ച് പൈസ വേണല്ലോ. മോയത് കുറച്ച് സഹായിക്കണം. 10 പൈസ ഉണ്ടാവില്ല. എന്റെ എങ്ങനെ ഉണ്ടാവുക? പൈസ ചോദിച്ചില്ലേ? ഈ ചോദിച്ചത് കോയക്കാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കോയക്കൊക്കെ 1,000-2,000 ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് ഞാൻ തരൂല. കോയൊക്കെ കൊടുത്താൽ ഞാൻ അവിടെ നിന്ന് മേടിച്ചോളായിരുന്നു. കൊടുക്കൂല. കോയക്കൊക്കെ കൊടുക്കൂല. എനിക്ക് തരൂല. കാരണം എന്താ അറിയോ? എനിക്ക് പൈസ സൂക്ഷിക്കാറില്ല. കിട്ടുന്ന കായ്ക്ക് അന്ന് കള്ളുടിക്കുക. അതാണ് രണ്ടാള് തന്നെ സ്ഥിതി. ഈശ്വരനാണ്, ദൈവത്താണ്, ഗുരുവായൂരപ്പനാണ് ഞാൻ കുടിച്ചിട്ടാ. ഇപ്പം അതെന്തിനുണ്ടേ കൊടുത്താളി. അല്ലെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഈ കായ് കൈമേൽ കിട്ടുമ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഇങ്ങനെയൊക്കെ ഒരു ഘട്ടം വരും ഞമ്മക്ക്. ആ സമയത്ത് കള്ളുടിച്ച് തീർക്കാനുള്ളത്. അല്ല, അത് അച്ഛനും പഠിച്ചിട്ടാ ഞാനും പഠിച്ചിട്ടാ. പഠിക്കണ്ട. അന്നു കഴിക്കും. ഇതിന് പഠിച്ചിട്ടില്ല. അത് 2 ആൾ പഠിച്ചു. പഠിക്കണം. അതന്നെ വേണ്ടോ? 1,000 രൂപ മതിയാവുമോ? ഇല്ല തന്നെ ഞാൻ ബാക്കി. ഇപ്പൊ ഈ ആശുപത്രിയിലൊക്കെ ഇപ്പൊ ഇത് പോണവും തിരക്കണമൊന്നും ഇല്ല. അതൊക്കെ വേണം. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നും ഇപ്പൊ ഈ ആശുപത്രിയിൽ കൊണ്ടിട്ട് പനി ചികിത്സിച്ച് മരുന്ന് മേടിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഈ രോഗം ഇവിടുന്ന് ഉണ്ടാവണെന്നുള്ള ധാരണ ഉണ്ടാവണം ആദ്യം. എന്റെ പരിസരം നോക്കിണ്ടോ ചങ്ങായി? ഉണ്ടോ? എന്താ എന്റെ അവിടുത്തെ സ്ഥിതി? എന്താ അവിടുത്തെ കോലം? എന്ത് വീടാണോ ചങ്ങായി ഇത്? ഞാൻ എന്നോട് പലതവണ വന്ന് പറഞ്ഞില്ല ഒന്ന് വൃത്തിയാക്കണം ചുറ്റുള്ള കാടൊക്കെ ഇന്റോടൊക്കെ ഞാൻ വൃത്തിയാക്കിണ്ട്. ഇപ്പൊ അന്റോടുള്ള കൊതുകാണ് ഇന്റെ അടുക്ക് വരണേ. ഇപ്പൊ ഒരു പണിക്കാരാക്കണമെങ്കിൽ പൈസ കൊടുക്കാൻ കൈമില്ല. ഈ പണിക്കാര് ആലോചിച്ച് നോക്ക് പോയത്. ഞാൻ എന്റെ പരിസരമൊക്കെ ഞാനാണ് വൃത്തിയാക്കിയത്. എന്റെ വീടിന്റെ പരിസരം. അതിനെന്ത് പണിക്കാര് നേരം കഴിയുമ്പോൾ അങ്ങനെ പണിയെടുക്കും. അതല്ലേ? ശരി.
ഇത് വലിയ അടങ്ങറുണ്ടാക്കും. ഈ ആശുപത്രിയിൽ പോയി വന്ന അടുത്ത ആളെ കൊണ്ടോണ്ട് വരും. അതുണ്ടാവുക. കൊതുക് നല്ലോണം ഉണ്ടാടാ. ശരി, അത് ഈ വൃത്തിയാക്കി ഞാൻ വര വേണമെങ്കിൽ ഞാൻ വേണി വരാം. എത്ര സ്ഥലത്ത് ഞാൻ പോയി വൃത്തിയാക്കി ഇപ്പൊ ഞാൻ വരണ്ടേ. ഞാൻ വേണി അങ്ങോട്ട് വരാം. ഞാൻ ആശുപത്രി പോയിട്ട് എന്തായാലും വേഗം ആശുപത്രി പോയിട്ട് പോയോ. എന്നിട്ട് എന്ത് കഥയായാലും വേണ്ടി ഞാൻ വന്ന് വൃത്തിയാക്കി തരാം. കടായിട്ട് തന്നാണ് കഴിഞ്ഞ് പണിക്ക് പോയി തുടങ്ങിയാൽ ഇത് ഇവിടെ കൊണ്ടുതരണം, എന്നാലേ ഇനിയും തരുള്ളൂ. ആപത്ത് കാലത്ത് കാമത്ത് ഒന്നുമില്ല. ശരി, എന്നാല് പോയിട്ട് അച്ഛൻ. എന്ത് ജാതി സാധനങ്ങള് രണ്ടാളും ഒരേ മരിക്കണേ. എന്തെന്നാലും എവിടേക്കാണ് തുമ്മളത്? ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണ സ്ഥലല്ലേ ഇത്? എങ്ങനെ പിന്നെ ഒരു മനുഷ്യ ഇവിടേക്ക് കേറി വരിക? വല്ലാത്ത ഒരു മലക്കം. അത്യേട്ടാ കൈകൊണ്ട് തന്നെ തുടക്കുകയും ചെയ്തു. സത്യേട്ടാ, ഒറ്റ കുഞ്ഞി വരുന്നില്ല നമ്മളെ ഹോട്ടലിലേക്ക്. ഉണ്ടാക്കിയ സാധനം അവിടെ വേസ്റ്റ് ആണ്. നമ്മക്കെല്ലാം കഴിക്കുന്ന ഒരു പരിധിയില്ലേ സത്യേട്ടാ? എന്താക്കല്? ഇങ്ങനെ ഇത് അധികം മാരൊന്നും പോകൂല. അതെ, ആ കള്ള നായ കോയ ഓന് കട തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല, ഓ നമ്മളെ പൊളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പൊ അവിടേക്ക് ആൾക്കാരെല്ലാവരും ഒഴുകി പോണത്. എന്തുകൊണ്ട് കറിയാണോ? ആ ഇവിടത്തെ കറി കൊടുക്കട്ടോ. എന്താ ഈ കാട്ടിനെ കഴിക്കട്ടോ? എന്താ ഇന്നലെ കണ്ടില്ല? അതെ, എവിടെ പോയി കിടക്കണേ? അത് ഇവിടെ ഭക്ഷണം കൊടുത്തില്ല. അടുത്തോടക്കേ ഇന്നലെ ഭാര്യക്ക് വന്നിട്ടായിരുന്നു. പോട്ടെ പോട്ടെ പോട്ടെ, അവിടെ കൊടുക്ക, അടുത്തൊക്കെ കൊടുക്ക്. കഴിക്കട്ടോ, കഴിക്കാം. ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന ചായ ഉണ്ടല്ലോ, 1-ാം നമ്പർ ചായ. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ പോയാലും അങ്ങനത്തെ ചായ കിട്ടൂല. നമ്മള് പാലിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളം ഞാൻ ചേർക്കൂല. നല്ല ഏലത്തരിയിലിട്ട്. നോണ പറയാണ്ടിരിക്കിന്റെ സുതിയെ. എന്റെ ഒരു ചായയുടെ കേമത്തരം പറയണം. എന്നാലും എന്തായാലും വരാത്ത പടക്കി ഉണ്ടാൻ പാടില്ല. ചായ കൊണ്ടുവരുമ്പോ 2 കൈയിട്ടിട്ടല്ല കൊണ്ടുവരേണ്ടത്. നിന്റെ കൈമുക്കിയ ചായ മറ്റോ കുടിക്കണ്ട്. എടാ നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കുറച്ച് മെനക്കും വൃത്തിയായിട്ടൊക്കെ വരണമെന്ന്. എന്റെ ചായന്റെ അല്ല പ്രശ്നം, സത്യങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ബീഫിന്റെ അകത്ത് പാറ്റേനെ കിട്ടിയല്ലോ. എനിക്ക് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി, അതിനെ പറ്റി ഒന്നും പറയാത്തെ. സത്യേട്ടാ, ബീഫിൽ പാറ്റ വീണ പ്രശ്നം എന്തെന്നത് പ്രശ്നം? ചൈനയില് പാറ്റക്കറി ഉണ്ടാവില്ലേ? ഇടമകിട പൊറോട്ടക്ക് പാചിക്കറി പോലെ പാറ്റക്കറി അല്ലേ? പാറ്റ ഫ്രൈ എല്ലാം ഉണ്ടാവുന്നില്ല സത്യേട്ടാ? ഒരു ചെറിയ പാറ്റ വീട് എന്തെന്നില്ല കുഴപ്പമില്ല. വെറുതെ പറത്താനും പറ. അതെ, പാറ്റി ഈച്ചൊന്നല്ല ഇപ്പൊ വിഷയം. ആ കോയ ആ കട തുടങ്ങിയതിനാണ്. അതോടുകൂടി ആൾക്കാരെ മൊത്തം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ കിടങ്ങാൻ നല്ല സപ്ലൈമാർ അവിടെയും കണ്ടു. നിങ്ങൾ കുറച്ച് മെനക്ക് നിന്നാൽ തന്നെ ഇവിടെ കച്ചവടം ഉണ്ടാവും. എന്നോട് ആ തലമുടി വെട്ടാൻ പറഞ്ഞിട്ട് ചോട്ടിയാ പിന്നെ വേറെ ഇവിടെ തന്നെ എന്റെ മീശ ഉണ്ടാ. കുറച്ച് വൃത്തിയായിട്ട് നിൽക്കുങ്ങൾ ഇവിടെ, അപ്പൊ തന്നെ കട നന്നാവും. എന്തായി മറ്റേ കല്യാണത്തിന് ചോറ് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി ശരി ശരി. വായോ ഇരിക്കട്ടെ, എല്ലായിടത്തൊക്കെ ഇരിക്കട്ടാ. ആകെ ഇത്തിരി തിരക്കാണ്. ഇരിക്കട്ടാ. എന്താ ആവശ്യച്ചാ പറയട്ടോ. നമ്മളെ വെള്ളം കൊടുക്കേ. ഇന്നിപ്പോ കട തുറന്നിട്ട് ഇത്ര നേരമായി, ഒരു മനുഷ്യ ഈ വഴിക്ക് വന്നിട്ടുണ്ടാ? ഉണ്ടാ? ഞാൻ അതെല്ലാം കൂടി എന്റെ മകളുടെ കെട്ടിയുണ്ട് വ്യാരിജാത. ഓൻ ഗൾഫിൽ വലിയ ഹോട്ടലാച്ചോടെ നടത്തുന്ന ആളാ. ഞാൻ എല്ലാം കൂടി ഓനെ ഏൽപ്പിക്കാൻ പോവാത്. അത് കൊടുക്കണ്ട. കൊടുക്കണ്ട മതി, എന്നെ കൊണ്ട് മടുത്തത്. ഒന്നാമത് നിങ്ങളാണ് ഇതിന്റെ ശാപം. സത്യേട്ടാ, ഞാനിവന് നടത്തിയാലോ? എന്ത് നമ്മ രണ്ടാളും നടത്തിയാലോ? നിങ്ങൾ നടന്നോ? എന്തായാലും ഓ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അയ്യാ, അതാ വന്നല്ല. ഒരു ചായ എടുത്തോ. നല്ല ഏലത്തരി ചായ ഉണ്ട്, ഞാൻ എടുക്കാം. അയ്യോ വേണ്ട, ചായ ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചോളൂ. അതെ, വേണ്ട ചായ വേണ്ട. എങ്ങനെയുണ്ട് അച്ഛപ്പ കച്ചവടം? എന്താ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നില്ല. ആണോ? പക്ഷെ അപ്പുറത്ത് നല്ല ആളുണ്ടല്ലോ. അവിടെ നല്ല ആളുണ്ട്. കോയയുടെ കടയില് എല്ലാരും അങ്ങോട്ട് പോവാപ്പഴേ. സ്റ്റാഫൊക്കെ എന്തെങ്കിലും മേശപ്പുറത്ത് കയറിയിരിക്കണം. ആരെങ്കിലും വരുമോ ഇതൊക്കെ? ഞാൻ ആ കഴുതരടുത്ത് പറഞ്ഞതാണ് അതിന്റെ മുകളിൽ ഇരിക്കരുതെന്ന്. ഒന്ന് ഇറങ്ങ ഉണ്ണി അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്. എല്ലാത്തിന്റെ വാക്കുകളിൽ നൂര കഴിഞ്ഞാ സത്യേട്ടാ സോറി. അതെ, നിങ്ങൾ രണ്ടുപേരും പിറകിൽ അടുക്കളയിൽ പോയിരുന്നേ.
വൃത്തിയും മെനയില്ലാതെ വാതിക്ക് വന്നിരുന്ന ഇങ്ങനെ കച്ചവടം ഉണ്ടാകണം. ശരി എന്റെ പ്രശ്നം ആ കുളം കണ്ട ആ കുളം നോക്കാൻ കൂട്ടി അതിന് ഇത്രയില്ല വരാലിനെ പിടിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു എല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അടിപൊളി തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാ. ചെറിയ പരിപാടി വലിയ പരിപാടി ഇനിയും വരണം. അതിനാണ് മീൻ പിടിക്കേണ്ട സമയം എനിക്ക്. പായസം കിട്ടിയാടാ? പായസം കിട്ടിയില്ല. ഇങ്ങോട്ട് പോരി. ആ ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാം. ആ അച്ഛാ എങ്ങനെയുണ്ട് ഇപ്പൊ? ഓ തരക്കടില്ല, അത് നമുക്ക് നേരത്തെ തുടങ്ങണ്ടായിരുന്നു. അതെ, നമ്മുടെ പഴയ കടയിൽ ഉണ്ണി സുധി ഉണ്ടാക്കി കൊടുത്ത ചീഞ്ഞ ഫുഡ് തന്നെയാണ് ഈ പൊട്ടന്മാര് വന്നിരുന്ന് തിന്നണണ്ട. ഇനിയിപ്പൊ ഇന്ന് ചെലവാകാത്തത് നാളെ എന്തെങ്കിലും പേരിട്ട് കൊടുത്താ തിന്നോളും. അതെ, നമ്മുടെ ഫുഡ് ബ്ലോഗർ ഇല്ലേ മന്മഥൻ, മന്മഥനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മന്മഥൻ ഇത് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലുണ്ടല്ലോ, ലോകം മുഴുവൻ സത്യന്റെ പറമ്പിലെ ഹോട്ടല് ഹിറ്റാവും. പിന്നെ ഇവിടെ നിക്കാൻ പറ്റില്ല, കൈവച്ചാ കണ്ടിക്കണ കച്ചവടം ആയിരിക്കുമല്ലേ. പിന്നെ ആരെങ്കിലും ചോദിച്ചാ നമ്മള് ടൗണില് ചായക്കട നടത്തിയിരുന്നു പറയരുത്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അച്ഛനല്ലേ എല്ലാവർക്കും അറിയാവുന്നത്, മുതുമുത്തച്ഛനായിരിക്കും അറിയാമോ? നമുക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ രാജകൊട്ടാരത്തിലെ പാചക വിദഗ്ധരാണെന്നും പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യണത് പഴയ സന്യാസി വര്യന്മാരുടെ രുചിക്കൂട്ടുകളാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞടിച്ചോ. ആരും അത് അന്വേഷിക്കാനൊന്നും പോണില്ല. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ആള് കയറിയേക്കണണ്ട. എന്താ നമ്മള് 2-3 ദിവസം ഒരു പരസ്യം കൊടുത്തിനല്ല, ആ കുളത്തുനിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പ തന്നെ പൊരിച്ചു കൊടുക്കുന്നു. അതില് മീനുണ്ട്, ഒരു തവളക്ക പോലും ഇല്ല. ഞാൻ ഇന്നലെ പെരുത്തി നോക്കി. അതൊന്നിപ്പോ അതൊക്കെ പറയുന്നു. ആ കുളത്തിന്റെ അടുത്ത് ഒരു ചൂണ്ട ഇട്ടേക്കണണ്ട. ആ ചൂണ്ടയുമ്പോ ഞാനൊരു മീൻ കൊളുത്തിയിട്ടിട്ടുണ്ട്. നീ ആ ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ച് ഇതിങ്ങനെ പെടപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കണം. അത് അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോണം പെടക്കണ പോലെ. അത് ശരിയാക്കി കൊടുക്കും. പക്ഷെ വേറെ കുറെ ഓർഡർ വന്ന് എന്താക്കും? എടാ, അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങാട് പൊരിച്ചു കൊടുത്താ പോരെ. അത് അവിടെ പോയി കൊപ്പിളിക്കാൻ നിക്കണ്ട. എടാ, അതൊന്ന് വെച്ചേക്കാണ്. കുളത്ത് നേരിട്ട് പിടിച്ച മീനുണ്ട്. അതെ, പരാല് അവിടെ ആള് വന്ന് കൂടിയിട്ടുണ്ടല്ലോ. ചോദിക്കാതെ പറിച്ചിട്ട് പോവല്ലേട്ടാ. ആളുകൾ ചോദിച്ചാ കൊടുത്താ മതി. എടാ സുധി, നീ അയില വറുത്ത് കടിച്ചു പിടിച്ചേക്കണ എന്താ അവിടെ കൊണ്ട് വെച്ചേ? ഇത് മീശേട്ടാ അയിലല്ല. ശരി, ഇവിടെ നോക്കിയപ്പോ അവന് അയില കടിച്ചു പിടിച്ചേക്കല്ലേ. പറഞ്ഞ പണിയുണ്ടല്ലോ മച്ചാനെ, ഞങ്ങള് വെടിപ്പാട് ചെയ്തിട്ടുണ്ട്. സന്തോഷം. ഇനി ആ പന്നിന്റെ ശല്യം ഉണ്ടാവില്ല. ആ പന്നി പ്യാരി ഇനി ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂല. ഇനി നോക്കണം, നമ്മോട് ചോദിക്കണം. അവന്റെ പണി നമ്മൾ തീർത്തു കൊടുത്തു. നന്നായി. എന്ത് വെട്ടൊന്നും ചെയ്യരുത്. വെട്ടിയാ മച്ചാനെ, ഈ വെടികൊണ്ട മന്മഥന്റെ നിഘണ്ടുവില് ഈ പേടിപ്പിക്കലില്ല. ചെല്ലുക, അങ്ങനെ പണി തീർക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, അവനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, വെടികൊണ്ട മന്മഥന്റെ പോളിസി അങ്ങനെയാണ് കേട്ടാ. ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. തന്നെ ഈ വെടികൊണ്ട മന്മഥൻ എന്ന് പറയുന്നത് എന്താ? മച്ചാനെ, 5 കൊല്ലം മുമ്പേ കോട്ടയം ടൗണിൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് വിജയകരമായി ഞങ്ങൾ പൂർത്തിയാക്കി വരുമ്പോ അന്നത്തെ സെബാസ്റ്റ്യൻ ഞങ്ങളെ പറയും നമ്മൾ 4 ഭാഗത്തെ പോയി. അപ്പോ സെബാസ്റ്റ്യൻ തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടി ഈ വയറിനെ കൊണ്ട് പുറത്തേക്ക് പോയി. ഒരു പശു അങ്ങോട്ട് ചത്തു. പക്ഷേ മന്മട്ട ഇതാ പുരി പോലെ നിൽക്കുന്നു. ഇതാണ് അണ്ണൻ ഞങ്ങളെ. പണ്ടിട്ടേ ഉണ്ണി എല്ലാം എടുത്തിട്ട് വാ. എടുക്കണം. അച്ഛൻ ഏതാ കഴിക്കുന്ന? റമ്മാണോ, ബ്രാൻഡിയാണോ, വിസ്കിയാണോ? ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കില്ല? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ തുടങ്ങുകയാണ്. തുടങ്ങി നമ്മുടെ ബന്ധം ഒന്നുകൂടെ ശിഥിലമാക്കി അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ട് വേണം. ഇവിടെ വെച്ച് കഴിക്കാൻ പാടില്ല. എന്താ? ഇല്ല, ഇതെന്റെ വീടല്ലേ. അതുകൊണ്ട് ഭാര്യയും മക്കളും ഉണ്ട് അവിടെ. അവർക്കുള്ള സാധനം വേറെ ഉണ്ട്, ലേഡീസിന് ഒക്കെ ഉണ്ട്. അത് ഇവിടെ ഇരുന്ന് കഴിക്കരുത്. പുറത്തെവിടെയും പോയിട്ട് കഴിച്ചാൽ നിങ്ങൾ പുറത്തു പോക്കോ. പുറത്തു പോയിട്ട് കഴിച്ചോ. ഉണ്ണേ
ഇവിടുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് കുഴപ്പം? എന്നാ പിന്നെ അവിടെ എവിടെയെങ്കിലും മാറി ഇരുന്ന് കഴിക്കാം. എവിടെ ഇരുന്ന് കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. പോടാ, പോയി വെള്ളം എടുത്തിട്ട് വരാൻ. അല്ലെങ്കിൽ വേണ്ട പ്രസാദേ, പോയി വെള്ളം എടുത്തിട്ടോ. ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? അവൻ വെള്ളം എടുത്തിട്ട് വരും. അല്ല, അവിടെ ഭാര്യയും മോളൊക്കെ ഉണ്ട് അതിനകത്ത്. അതെ, വീട്ടിൽ കൊണ്ട മന്മഥനും പിള്ളേർക്കും സ്ത്രീകളോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് അറിയാൻ. പേടിക്കണ്ട, വിശ്വസിക്കാം. ഹലോ, ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ ബന്ധുക്കളാ, നമ്മൾ ഇനി അങ്ങോട്ട് കാണും. പേടിക്കണ്ട.